الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. മനസ്സ് തട്ടിയിട്ടൊരു ഫാത്തിഹ ഓതുക എല്ലാവരും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സർവശക്തനായ അല്ലാഹുവേ, ഈ സൂറത്തുൽ ഫാത്തിഹ നീ കബൂലാക്കണേ റബ്ബേ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും അർവാഹിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിക്കണേ റബ്ബേ. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ശില്പികളുടെ അർവാഹിലേക്ക് എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സ് നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്ലാമിക മനസ്സുണർത്താനുള്ള പരിപാടിയാക്കി ഇത് കബൂലാക്കണേ റബ്ബേ. പതിനൊന്ന് 40 ഒരു മണിക്കൂറുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ദാറുൽ ഹുദായുടെ സിപ്പറ്റിൻ്റെ മഹദിയ കോഴ്സ് പൂർത്തിയാക്കിയ ആളുകളാണ് നിങ്ങളെല്ലാവരും. എന്താണ് മഹദിയ എന്ന് പറഞ്ഞാൽ അർത്ഥം? എന്താണ് മഹദിയ? ആരെങ്കിലും ഒരാൾ പറയും. സന്മാർഗം സിദ്ധിച്ചവർ, അൽഹംദുലില്ലാ, ഹിദായത്ത് കിട്ടിയ ആളുകൾ അല്ലേ മഹദിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വല്ലാത്തൊരു പേരാണ് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഹുദവി എന്ന് പറയുമ്പോൾ ഹുദയിലേക്ക് ചേർക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ ഹിദായത്തിലേക്കും ഹുദയിലേക്കൊക്കെ ചേർക്കപ്പെടുക, ആ പേര് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു ഹിദായത്ത് കിട്ടിയ ആളാണ് എന്ന പദം നമ്മുടെ പേരിൻ്റെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് പറയുവാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള ശ്രമമാണ് ഇനി നമുക്ക് നടത്താനുള്ളത്. ഹിദായത്ത് ഖുർആന്റെ ലക്ഷ്യമാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതിന് വേണ്ടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നാണ് റമളാനിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഖുർആന്റെ ലക്ഷ്യം ഹിദായത്ത് നൽകുക എന്നാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തിയിലേക്ക് നമ്മളൊക്കെ എത്തി എന്നാണ് മഹദിയ എന്ന പേരിൻ്റെ കൂടെ ചേർത്തി വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം എന്താണ് ഖുർആന്റെ ഹിദായത്ത്? ഖുർആന്റെ ഹിദായത്ത് കിട്ടിയ ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ ആ ഭാഗം ഓതാം. കാണാതെ അറിയുന്ന ആളുകൾ പതുക്കെ ഒന്ന് കലബിൽ തട്ടി ഓതുക. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ദാലിക്കൽ കിതാബു, അതാണ് ആ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല, ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാകുന്നു അത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യം വിശ്വസിക്കുന്ന, വയുഖീമൂന സ്വലാത്ത, നിസ്കാരം ക്രമമായി നിർവഹിക്കുന്ന, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, താങ്കൾക്കിറക്കപ്പെട്ടതിലും താങ്കളുടെ മുമ്പിറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസമുള്ള, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, ഈ വിശേഷണങ്ങളുള്ളവരാണ് അവരുടെ റബ്ബിൻ്റെ ഹിദായത്ത് കിട്ടിയ ആളുകൾ, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഇപ്പോൾ ഖുർആൻ തുറന്നാൽ ആ മനോഹരമായ പേജിൽ നമ്മൾ കാണുന്ന ഭാഗമാണിത്. എന്താണതിൽ പറയുന്നത്? ഞാനൊരു ഹുദവിയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു മഹ്ദിയാണെന്ന് പറയാൻ, നമ്മളൊക്കെ ഹിദായത്ത് കിട്ടിയ ആളുകളാണ് എന്ന് അവകാശപ്പെടാൻ നമുക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കാൻ. അപ്പോൾ ഹുദ കിട്ടിയാൽ മുത്തഖിയാകും എന്നാണ് ഖുർആൻ പറയുന്നത്. മുത്തഖി ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളേ സ്വർഗാവകാശത്തിൻ്റെ യോഗ്യതയാണല്ലോ മുത്തഖിയാവുക എന്നുള്ളത്. മുത്തഖീങ്ങൾക്കാണല്ലോ സ്വർഗം, അല്ലേ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗം അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നാളത്തെ വിജയത്തിന് മുത്തഖിയാവണം. ഹിദായത്ത് കിട്ടിയവൻ മുത്തഖിയാണ്. മുത്തഖിയാവണമെങ്കിലോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വാസമുണ്ടാവണം, വയുഖീമൂന സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ധനം ചെലവഴിക്കണം, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, ഖുർആനിലും ഖുർആന്റെ മുമ്പ് അവതീർണമായ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തെക്കുറിച്ച് യഖീനുണ്ടാവണം. ഇപ്പം ഈമാൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുക, ഉറപ്പോടുകൂടി വിശ്വസിക്കുക, അതാണ് ഈമാൻ. ആദ്യമായി നമുക്ക് നമ്മുടെ ഈമാൻ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നൊന്ന് വിചാരണ നടത്തേണ്ടതുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും ബോധ്യപ്പെടാത്ത വസ്തുതയാണ് അല്ലാഹു, പരലോകം, ഇതൊക്കെ. പക്ഷെ അതിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിലേ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന ആ യോഗ്യതയിലേക്ക് നമ്മൾ എത്തും. അപ്പം ഞാൻ ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുക, നമുക്കൊക്കെ എത്രത്തോളം വിശ്വാസമുണ്ട്. ഇപ്പോൾ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം, അല്ലേ? നിങ്ങളതിൻ്റെ കൂടെ അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ഖാലിഖാണ്, റബ്ബാണ്
എന്ന് വിശ്വസിക്കുന്നു. അവനാണ് നമ്മുടെ മഅബൂദ്. അവനാണ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. അവനാണ് നമ്മെ ഭൂമിയിൽ പ്രതിനിധിയാക്കി നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പം റബ്ബ് അല്ലാഹുവാണ് എന്ന് നമ്മളിങ്ങനെ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാറില്ലേ നമ്മൾ? ഇല്ലേ? ഉണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നലുണ്ട്, എൻ്റെ ഒപ്പമുള്ളതുകൊണ്ടാണ്, അല്ല എൻ്റെ ഭർത്താവ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മളൊക്കെ കരുതാറുണ്ട് ചിലപ്പോൾ. ഇപ്പോൾ ഒരു ഗർഭിണിയായൊരു സഹോദരിയോട് എന്ത് കുട്ടിയാവണം എന്ന് ചോദിച്ചാൽ ആൺകുട്ടിയാവണം, എന്താ സംശയം? അപ്പം എന്താ ആൺകുട്ടിയാവണം? ആൺകുട്ടിയായാലല്ലേ നമുക്കൊക്കെ വലുതാകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് തരുള്ളൂ. അപ്പം അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് കുട്ടിയായാലും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് 4 പെൺകുട്ടികളാണ്. ചില ആളുകളൊക്കെ വളരെ 4 പെൺകുട്ടികളാ എന്ന് പറഞ്ഞിട്ട് വളരെ ദയനീയമായിട്ട് നോക്കാറുണ്ട്. ഇപ്പം ഞാനവരോട് പറയാറുണ്ട്, പെൺകുട്ടികളാകുമ്പോൾ നല്ല സുഖമാണ്, 18 കൊല്ലം നോക്കിയാൽ മതി. പിന്നെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളെ ഏൽപ്പിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. ആൺകുട്ടികളാണെങ്കിൽ എന്തെല്ലാം ടെൻഷനാണ്. അവർക്ക് വീട് വെക്കാൻ ഭൂമി ഉണ്ടോ നോക്കണം, പിന്നെ അവരുടെ മക്കളുടെ കാര്യം, പേരക്കുട്ടികളുടെ കാര്യം, ഇതൊക്കെ ഒരു വല്യപ്പ എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ഒരു പ്രയാസമായി, ഒരു സമ്മർദ്ദമായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആഗ്രഹിക്കും എന്ത്? നമുക്ക് ആൺകുട്ടി ഉണ്ടാവണം. ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് ജനസംഖ്യാശാസ്ത്രജ്ഞന്മാരൊക്കെ പറയും. എന്താ അതിൻ്റെ പിന്നിൽ? അള്ളാഹുവാണ് റബ്ബ് എന്നതിനെക്കുറിച്ച് ഉറച്ച ബോധമില്ലായ്മയാണ്. ഇപ്പം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 34 കോടി ജനങ്ങളാണ്. ഇപ്പം ഇന്നലെ പത്രത്തിൽ വായിച്ചു, ഇന്ത്യയുടെ ജനസംഖ്യ 143 കോടിയിലെത്തുകയാണ്. അപ്പം കഴിഞ്ഞ 70 വർഷം കൊണ്ട് അന്നത്തെ ജനസംഖ്യയേക്കാൾ 100 കോടിയിലേറെ ആളുകൾ ഇന്ത്യയിൽ വന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ തർബിയത്ത് നോക്കൂ നിങ്ങൾ. അന്നത്തെ 34 കോടി ജനങ്ങളാണോ ഇന്നത്തെ 143 കോടി ജനങ്ങളാണോ സുഖമായി ജീവിക്കുന്നത്? അവർക്കാണോ ദാരിദ്ര്യം കൂടുതലുണ്ടായിരുന്നത് അതോ നമുക്കാണോ? അവർക്കാണോ പട്ടിണി കൂടുതലുണ്ടായിരുന്നത് അതോ നമുക്കാണോ? അവരാണോ വസ്ത്രത്തിന് വേണ്ടി പ്രയാസപ്പെട്ടിരുന്നത് അതോ നാം ആണോ എന്നാലോചിച്ചാൽ അള്ളാഹു കൃത്യമായി അള്ളാഹുവിൻ്റെ പണി റബ്ബ് എന്ന രീതിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കലാണ് നമുക്ക് പ്രധാനം. 1978 ജനിച്ചാലാണ് ഞാൻ. അപ്പോൾ ചെറുപ്പത്തിലുള്ള ഒരു 10 വർഷത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഫുള്ള് ബട്ടനുള്ള ഷർട്ടാണെങ്കിൽ അത് സ്കൂളിലേക്കും പള്ളിക്കൊന്നും പോകുമ്പോഴില്ല. അത് പെട്ടിയിലെടുത്ത് വെക്കും, അത് കല്യാണത്തിന് പോകുമ്പോഴുള്ളതാ. അങ്ങനെയാണ്. കോഴി പൊരിച്ചത് ആദ്യമായിട്ട് കഴിച്ചത് എന്നാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പപ്പടത്തിൻ്റെ കറി കഴിച്ചിട്ടുണ്ടോ? പപ്പടത്തിൻ്റെ കറി ഉണ്ട്. കഞ്ഞിവെള്ളത്തിൽ പപ്പടം ഇട്ടിട്ട് തൂമിച്ച് കറിയിലൊഴിച്ചിരുന്ന ഒരു കറി ഉണ്ടായിരുന്നു. 80കളിലൊക്കെ മലപ്പുറത്തുണ്ടായിരുന്നു അത്. എൻ്റെ വീട്ടിൽ അന്ന് ഒരു തേങ്ങ എൻ്റെ ഉമ്മ 4 ദിവസം ഉപയോഗിക്കുമായിരുന്നു. മാർക്കറ്റിൽ നിന്ന് ഉണക്കമീൻ കൊണ്ടുവന്ന് അതിൻ്റെ തല വേർപ്പെടുത്തി ഉമ്മ സൂക്ഷിക്കുമായിരുന്നു. അത് പിന്നീട് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട സ്ത്രീകൾ വന്ന് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലം 70 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്ന 1980കളിലുണ്ടായിരുന്നു. ഇന്ന് ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നത് അത് അള്ളാഹുവിൻ്റെ പണിയാണ്.
അത് അള്ളാഹു കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 10 കുട്ടികളുണ്ട് എന്ന് കരുതിയിട്ട് ആരും പ്രയാസപ്പെടുന്നില്ല. പക്ഷെ നമുക്കതൊരു പ്രയാസമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അള്ളാഹു നോക്കുന്നവനാണ്, അവനാണ് റബ്ബ്, അവൻ നമ്മെ സംരക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു യഖീൻ ഇല്ലാത്തത് കൊണ്ടാണ്. എന്താ യഖീൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ആരാ സംസാരിക്കുന്നത്? നിങ്ങൾ ആരും പറയണ, എൻ്റെ പേര് അറിയില്ലേ? ആരാ സംസാരിക്കണേ? ഷറഫുദ്ദീൻ ഹുദവി സംസാരിക്കുന്നു. ഇനി എൻ്റെ ശബ്ദം മാത്രം നാളെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുക അത് ഷറഫുദ്ദീൻ ഉസ്താദാണെന്നാണ് തോന്നണത്. ശബ്ദം കേട്ടാൽ നിങ്ങൾക്കൊരു ഉണ്ടാവും ഇല്ലേ? പക്ഷെ കണ്ടാൽ ഉറപ്പുണ്ടാവും. ഈ ഉറപ്പ് നമുക്ക് അള്ളാഹുവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള നമ്മുടെ ഉറച്ച ബോധം, അതാണ് ഏറ്റവും പ്രധാനം. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, നമുക്ക് വിശാലമായ മനസ്കത ഉണ്ടാവും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാവരും എന്ന് കരുതും, ഞാനാണ് വലുത് എന്ന ചിന്ത ഒഴിവാകും. ഈ ദുശ്ചിന്തകളൊക്കെ വരുന്നത് അള്ളാഹുവാണ് റബ്ബ് എന്ന വിശ്വാസം ഇല്ലാതാകുമ്പോഴാണ്. അള്ളാഹു റബ്ബ് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയാ? അള്ളാഹുവാണല്ലോ അക്ബർ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ പെരുന്നാളിൽ ഒരുപാട് തക്ബീർ ചൊല്ലിയില്ലേ? ചൊല്ലിയിരുന്നോ? നിസ്കാരത്തിൻ്റെ ശേഷമുള്ള തക്ബീർ ചൊല്ലിയിരുന്നില്ലേ? എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, വലുതാര്? അല്ലാഹു. ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്, നമ്മൾ ചെറുതാണ്. അല്ലാഹു അവന് കരുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. നമുക്കോ നമ്മൾ കരുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കഴിയോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദ് അഗ്നികുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോൾ കത്തണ്ടെന്ന് അള്ളാഹു കരുതിയപ്പോൾ കത്തിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നല്ല മൂർച്ചയുള്ള കത്തി മകൻ്റെ കഴുത്തിൽ വെച്ച് മുറിച്ചപ്പോൾ അള്ളാഹു മുറിയണ്ടെന്ന് കരുതിയപ്പോൾ മുറിഞ്ഞില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി, അത് പാറയിലടിച്ചാൽ വെള്ളം വരും, വെള്ളത്തിലടിച്ചാലോ അത് കരയായി മാറുന്നു. എന്താണത്? അള്ളാഹുവിൻ്റെ കഴിവാണ്, അള്ളാഹുവിൻ്റെ ശക്തിയാണ്. ഈ അള്ളാഹുവിനെയാണ് നമ്മൾ റബ്ബായിട്ട് വിശ്വസിക്കുന്നത്. അവനാണ് വലുത്. ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്കൊക്കെ അഹങ്കാരം ഉണ്ടാവുക? തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. അവസാനത്തെ ഭവനം അത് നാം നിശ്ചയിച്ചിരിക്കുന്നത് ഭൂമിയിൽ വലിയവരാവണം എന്ന ഉദ്ദേശമില്ലാത്തവർക്കാണ്, വിനയമുള്ളവർക്കാണ് സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. വിനയമുണ്ടാകുവാനോ അള്ളാഹുവാണ് വലുത്, ഞാൻ അവൻ്റെ അടിമ മാത്രമാണ് എന്ന തിരിച്ചറിവാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് അദ്ദേഹം ഖലീഫയായ സമയത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, അങ്ങല്ലേ എൻ്റെ ഒട്ടകത്തിൻ്റെ പാല് കറന്ന് തന്നിരുന്നത്, ഇനി അത് ആരാ ചെയ്യുക? അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് ഞാൻ ചെയ്യും. ഖലീഫയായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭരണാധികാരിയായതുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ പറയാൻ കഴിയുക എങ്ങനെയാണ്? പറയാൻ കഴിയുക എങ്ങനെ? ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഒരതിഥിയായിട്ടൊരു വീട്ടിലേക്ക് പോയാൽ അവിടുത്തെ വീട്ടുകാർ നമ്മോട് പറയും, റൂമൊന്ന് അടിച്ചേരി തരുമോ എന്ന് പറഞ്ഞാൽ ഞാനോ? അങ്ങനല്ലേ കരുതുക? അല്ലേ? ആണ്, അങ്ങനെ കരുതുക. കാരണം നമുക്കൊന്നും മറ്റുള്ളവരുടേത് വൃത്തിയാക്കുക എന്നുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ വലിപ്പത്തരത്തിൻ്റെ
തോടത് യോജിക്കുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാവിലെ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് കറന്നു കൊടുക്കുന്നു. ഇന്ന് ഭരണാധികാരികൾ, ഒരു വാർഡ് മെമ്പർ പോലും സ്വന്തം പശുവിനെ കറക്കുന്ന ആളുകൾ ആരാളുള്ളത്? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഏറ്റവും വലിയ വിശ്വാസി, ആ വിശ്വാസി അള്ളാഹുവിനെ മനസ്സിലായപ്പോൾ ഞാൻ ചെറുതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾ ആരെയോ കാത്തു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് എന്നും വന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കി തന്നിരുന്ന, എനിക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ തന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. ആരായിരുന്നു അത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നമുക്കപ്പോഴേക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ചെറുതായി പോകുമോ എന്ന ചിന്തയാണ്. അസൂയ കടന്നു വരുന്നതോ അതോ അങ്ങനെ തന്നെ. ഇതിപ്പോൾ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്നൊന്നും കഥ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലത്തെ ഒരു സുഹൃത്ത്, അവനൊരു ഓട്ടോ ഡ്രൈവറാണ്, ഒരു സാധാരണക്കാരനാണെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. മമ്പുറത്തുനിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞിങ്ങനെ പോവാൻ ഒരു വണ്ടിയിൽ. അപ്പോൾ അവനുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ഭാര്യയുടെ അമ്മായിയുണ്ട്. അപ്പോൾ പാണക്കാട് എത്തിയപ്പോൾ അവർക്ക് തോന്നി തങ്ങളൊന്ന് കണ്ടുപോവാം. തങ്ങൾ അമേരിക്കയിൽ നിന്ന് ആ ചികിത്സയൊക്കെ കഴിഞ്ഞു വന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എന്നാലും ആളുകൾ കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയൊരാരോഗ്യമൊന്നുമില്ല ആ ഒരു കാലത്ത്. അപ്പോൾ ഇവൻ ചെന്നു. അമ്മായിക്ക് നടക്കാൻ കഴിയില്ല, അമ്മായി വണ്ടിയിലിരുന്നു. ഷിഹാബ് ഭാര്യയും കുട്ടി, ചെറിയ കുട്ടിയാണ്, കുട്ടിനെയും കൂട്ടിയിട്ട് ചെന്നു. തങ്ങൾ ചോദിച്ചു, എന്ത് പോന്നു എന്ന് ചോദിച്ചു. ഒന്നുമില്ല, കുട്ടിക്ക് എപ്പോഴും ഒരു കരച്ചിലാണ്. എത്ര വയസ്സായി എന്ന് ചോദിച്ചു. 1 വയസ്സ്. 1 വയസ്സുള്ള കുട്ടി എപ്പോഴും ചിരിച്ചാൽ നിങ്ങൾ പിരാന്താന്ന് പറയില്ലേ ചോദിച്ചു തങ്ങൾ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഷിയാബ് പറഞ്ഞു, അമ്മായിൻ്റെ അവിടെ ഇരിക്കണോ, അവർക്ക് നടക്കാൻ വയ്യൂല. അപ്പം തങ്ങൾ അവിടുന്ന് നീക്കാൻ, എനിക്ക് നടക്കാൻ കഴിയല്ലോ പറഞ്ഞിട്ട്. എന്നിട്ട് നീറ്റിട്ട് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് ആ വണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മായിയെ കണ്ട് ആശ്വസിപ്പിച്ച് ദുആ ചെയ്ത് തിരിച്ചവിടെ പോയിരിക്കാൻ. ഇത് സാധ്യമാണ്. എങ്ങനെ? ഞാൻ വലിയവനല്ല എന്ന് കരുതുമ്പോൾ. നമ്മുടെ വീടുകളിലൊക്കെ കുടുംബ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ആരാണ് വലുത് എന്നതിൻ്റെ പേരിലാണ്. എല്ലാവരും ചെറുതാകാൻ തീരുമാനിച്ചാലോ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും വലുതാകാൻ തീരുമാനിക്കുന്നതാണ് വീട്ടിലെ പ്രശ്നം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന, അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വലുതാകലില്ല. ഇതേ അവസ്ഥയാണ് അസൂയയുടെ കാര്യം. എന്താ അസൂയ? നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമല്ലേ, കുടുംബങ്ങൾ സംഘർഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. വേറൊരാളുടെ അനുഗ്രഹം ഇല്ലാതായി പോകണം എന്നുള്ളൊരാഗ്രഹം, അതാണ് അസൂയ. എങ്ങനെ വരുന്നതാ? അള്ളാഹുവിന് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അള്ളാഹു കരുതിയത് എനിക്ക് കിട്ടും, അള്ളാഹു കരുതിയത് അവന് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിൽ അസൂയക്കൊരു പ്രസക്തിയില്ല. ഇപ്പം നമ്മുടെ അയൽവാസിയുടെ വീട് കൂടിരിക്കണം എന്നായിരിക്കും നമ്മളെ വീട് ചെറുതാണ് എന്ന് നമുക്ക് തോന്നല്. അത് അവരുടെ മനസ്സിൽ ചെറിയൊരു അസൂയായിട്ട് മാറും. അപ്പം നമ്മൾ ഭർത്താവിനോട് പറയും, ഇപ്പം നമ്മളെ പേരൊരു മണ്ടപ്പരായിപ്പോയി എന്നറിയും. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയൽവാസിയുടെ വീട് ഉഷാറായപ്പോൾ നമ്മളെ വീട് മോശമായിപ്പോയി. അതൊരു തരം അഹങ്കാരമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് തൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ, തൻ്റെ സഹോദരൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ തൻ്റെ ചെരുപ്പ് വലുതാവണം എന്ന് തോന്നുന്നുവെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ വിശ്വാസം എല്ലാം അള്ളാഹു നൽകുന്നതാ അല്ലേ? എല്ലാം അള്ളാഹു നൽകുന്നതാ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികാമുകളിലേറിയ മന്നൻ്റെ പിറകിൽ മാറാപ്പേറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം നമ്പൂതിരി പാടിപ്പോയിട്ടുണ്ട്. എന്താണത്?
2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി പല്ലക്കിലേറ്റി നടത്തുന്ന രാജാവാക്കുന്നതും അല്ലാഹുവാണ്. രാജാവിനെ മാറാപ്പേറ്റി നടക്കുന്ന ദരിദ്രനാക്കുന്നതുമാരാണ്? ദൈവമാണ്. ഇതാണ് വസ്തുത. ഇത് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെങ്ങനെ അസൂയക്കാരായി മാറുക? അതിന് സാധ്യതയില്ല. നമുക്ക് വിശാലമായ ആളുകളെ കാണാൻ കഴിയും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അതിനെന്ത് വേണം? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. രണ്ടാമത്തെ കാര്യം എന്താ? വയുഖീമൂനസ്സലാ, വയുഖീമൂനസ്സലാ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവർ. അപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരണ നടത്താം. കൃത്യമായി നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അപ്പൊ കൃത്യമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ? അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ച് നിർവഹിക്കുക, കൃത്യസമയത്ത് നിർവഹിക്കുക, പരമാവധി പ്രതിഫലം കിട്ടുന്ന രീതിയിൽ നിസ്കരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് പഠിച്ച ആളുകൾക്കാണ് ഇതിലൊക്കെ ഒരു അലസത ഉണ്ടാവുക. നമ്മൾ ഫിഖ്ഹൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ദുഹറിന്റെ സമയം എത്ര വരെ ഉണ്ട്? ഒരു സാധനത്തിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെ. അപ്പൊ നമുക്കിപ്പോ ദുഹറിന്റെ ഒരു 3:50 വരെയൊക്കെ ദുഹറിന്റെ സമയമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ദുഹർ വാങ്ങി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ 3:30 വരെ ഉണ്ടല്ലോ സമയം. ഇത് നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ഒരു അലസത. ഇങ്ങനെ നിസ്കാരത്തെ സമീപിക്കുന്ന ആളുകൾക്ക് മുത്തഖിയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊക്കെ ഒരു വീട് മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിലെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കണിശത നിങ്ങൾക്കുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു മോളെ കല്യാണമാണെങ്കിൽ ഒരു ഓഡിറ്റോറിയമൊക്കെ നോക്കുമ്പോൾ എന്തെല്ലാം നോക്കും? നല്ല ഹാള് വേണം, നല്ല ഇരിപ്പിടം വേണം, നല്ല ഡൈനിങ് റൂം വേണം, നല്ല ഡ്രസ്സിങ് റൂം വേണം, നല്ല സ്റ്റേജ് വേണം, പിന്നെ മൊത്തത്തിൽ നല്ല ആംബിയൻസ് വേണം. ഇതൊക്കെ ഉറപ്പുവരുത്തുമ്പോൾ നമ്മൾ അവിടുത്തെ നിസ്കാരമുറി അത് നമ്മൾ നിർബന്ധമായും നോക്കാറില്ല. നമുക്കതൊരു വലിയ വിഷയമല്ല. കൈ കഴുകിയിട്ട് കൈ തുടക്കുവാനുള്ള പേപ്പറിൻ്റെ മണം പോലും നമ്മൾ പരിശോധിക്കും. കൈ കഴുകുവാനുള്ള വാഷ് ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ മണം നമ്മൾ ഉറപ്പുവരുത്തും. പുതിയ പെണ്ണിൻ്റെ വസ്ത്രങ്ങളുടെ ഓരോ അലങ്കാരങ്ങളും ഉറപ്പുവരുത്തും. പക്ഷെ എൻ്റെ മോള് നാളെ കല്യാണപ്പന്തലിരിക്കുമ്പോൾ അവൾക്ക് ളുഹർ നിസ്കരിക്കാൻ എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്ക നമുക്കുണ്ടാവില്ല. ഇപ്പം എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം മുമ്പ്. അപ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി, നോക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മോളൊരു കോള്, ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്ത് ബാത്റൂം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എന്തിനാന്ന് വെച്ചു. അപ്പോൾ ളുഹർ നിസ്കരിക്കാൻ ഒതുകൊടുക്കണ്ടേന്ന് വെച്ചിട്ടാണ്. മോളങ്ങനെ ചിന്തിക്കുന്നു. അതെൻ്റെ സഹധർമ്മിണിയുടെ ഒരു തർബീയത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജാഗ്രത ഉണ്ടാവണം. നിസ്കാരം ഒഴിവാക്കാനുള്ളതല്ല, അല്ലെങ്കിൽ നിസ്കാരത്തെ നമ്മുടെ സൗകര്യത്തിലേക്ക് അങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാനുള്ളതല്ല. നിസ്കാരത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് നിന്നു കൊടുക്കാനുള്ളതാണ്. അതിനാണ് കിതാബം മൗഖൂത്ത എന്ന് പറയുന്നത്. സമയം നിശ്ചയിക്കപ്പെട്ടത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ആ സമയത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് നിന്നു കൊടുക്കണം. നമ്മുടെ സൗകര്യത്തിന് നിസ്കാരത്തെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവരരുത്. വയുഖീമൂന സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാവണം നമ്മൾ. അതിന് നമ്മൾ അലസത കാണിക്കുക. അതിന് യാത്ര തടസ്സമല്ല, അതിന് രോഗം തടസ്സമല്ല, അതിന് മറ്റ് തിരക്കുകൾ തടസ്സമല്ല. നിസ്കാരത്തിന് വേണ്ടി അതൊരു 10 മിനിറ്റ്, അത് സമയമാകുമ്പോൾ നമ്മളതിന് മാറ്റി വെക്കണം. എല്ലാ ആളുകളും, നമ്മേക്കാൾ തിരക്കുള്ള ആളുകളൊക്കെ നിസ്കാരം കളാക്കാതെ ജീവിച്ച ആളുകളാണ്. അപ്പോൾ മിഞ്ഞാന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അവരെ നമ്മളൊക്കെ ഓർത്തു.
അദ്ദേഹമാണ് ഇന്ന് നമുക്കുള്ള അഭിമാനകരമായ മതപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ നമ്മുടെ ഈ ഇസ്സത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൽ നേതൃപരമായ വലിയ പങ്ക് വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. പ്രായപൂർത്തി എത്തിയിട്ട് മരിക്കുന്നത് വരെ ഒരു നിസ്കാരവും കളായിട്ടില്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് കച്ചവടത്തിൻ്റെ തിരക്കുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ തിരക്കുണ്ട്, മതസംവിധാനങ്ങളുടെ തിരക്കുണ്ട്, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുകളുണ്ട്. എന്നിട്ടും അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. അദ്ദേഹത്തിന് തഹജ്ജുദ് മുടങ്ങുന്നില്ല, അദ്ദേഹത്തിന് ജമാഅത്ത് മുടങ്ങുന്നില്ല, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി നിർവഹിക്കുന്നു. എന്താണ്? അതിൽ അദ്ദേഹത്തിനൊരു അസ്മുണ്ട്. അപ്പം അത് അള്ളാഹു നടത്തിക്കൊടുത്തു. നമ്മൾ അസ്മ ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുന്ന ഏത് കാര്യമാണ് നടക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ മാറ്റണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ അത് മാറിയിരിക്കും, ഇല്ലേ? സത്യമല്ലേ? ഇല്ലേ? ഒരു 3 മാസം കഴിയുമ്പോൾ എൻ്റെ അയൽവാസി, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ കല്യാണമുണ്ട്, അന്ന് എനിക്കൊരു പുതിയ പർദ്ദ വേണം എന്ന് തീരുമാനിച്ചാൽ, മനസ്സിലുറപ്പിച്ചാൽ അത് നടന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ വഴികൾ ഉണ്ടാക്കും. ഇനി നിങ്ങളൊന്ന് അസ്മ ചെയ്ത് നോക്കൂ. ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്കൊരു നിസ്കാരവും കളാവില്ല. തീരുമാനിക്കുകയാണെങ്കിൽ, മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അത് നടന്നിരിക്കും. സാധ്യമാണോ? ഒന്ന് അസ്മ ചെയ്യാൻ കഴിയുന്ന ആളുകളൊന്ന് കയ്യൊന്തിക്കും. വെറുതെ കയ്യൊന്തിക്കണ്ട. ഇന്ന് മുതൽ എൻ്റെ ഒരു നിസ്കാരവും കളാവില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരം കളാക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നൊരു ഉറച്ചൊരു തീരുമാനം ഇന്നത്തെ ഈ മഹദിയ സംഗമത്തിൻ്റെ ഒരു റിസൾട്ടായി അതുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈൽ എന്ന നരകം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരായ നിസ്കാരക്കാർ. നിസ്കാരം അവർക്കൊരു വലിയ കാര്യമല്ല, അങ്ങനത്തെ നിസ്കാരക്കാർക്ക് നരകമാണ്. എന്നാലും തോന്നുമ്പോൾ നിസ്കരിക്കും. ചിലപ്പോൾ ഫുള്ള് കഥ ആയിരിക്കും, ചിലപ്പോൾ ഫുള്ള് അതാ ആയിരിക്കും, ചിലപ്പോൾ അങ്ങോട്ടൊരു ഉദുവൊക്കെ അങ്ങോട്ടൊരു അലസമായി ഉദു ചെയ്ത് നിസ്കരിക്കും, ചിലപ്പോൾ നല്ല രീതിയിൽ നിസ്കരിക്കും. ഇങ്ങനെ അലസമായി നിർവഹിക്കുന്ന ആളുകളല്ല, അലസമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സമയനിഷ്ഠമാണ്. ഇപ്പം ഈ കോവിഡിൻ്റെ ശേഷം, കോവിഡ് കാലത്ത് നമുക്കിടയിലൊക്കെ വളർന്നൊരു ദുശ്ശീലാണെന്ത്? ഒരു 8 മണി വരെ കണ്ട് ഉറങ്ങുക എന്നുള്ളത്. അങ്ങനെ ശീലല്ലേ? കുറേ കാലം സ്കൂളും മദ്രസയൊക്കെ പൂട്ടിയപ്പോൾ, സ്കൂളും മദ്രസയാണല്ലോ നമ്മുടെ വീടിനെ സജീവമാക്കി നിർത്തുന്നത്. കുട്ടികൾക്ക് മദ്രസയ്ക്ക് പോകണം, അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒരുക്കണം, അവർക്ക് ചായ കൊടുക്കണം, അവരെ വിളിച്ചുണർത്തണം. സ്കൂളിൽ പോകാനാവുമ്പോഴേക്കിന് അവർക്ക് എല്ലാ ഭക്ഷണവും, കറിയും, ചോറും, ഉപ്പേരി ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുക്കണം. 9 മണിയാകുമ്പോഴേക്കിന് സ്കൂളും മദ്രസയും നമ്മളങ്ങനെ സജീവാക്കും. അതില്ലാതായപ്പോൾ നമുക്ക് ഉറങ്ങാൻ കുറേ സമയം കിട്ടി. അതൊരലസതയായിട്ട് മാറി. ഇന്ന് സുബഹിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരം കഴിഞ്ഞ് വേഗം ഉറങ്ങുക. വിശിഷ്ടമായ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ നിങ്ങളതിലൊരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ സുബഹിക്ക് മുമ്പനെ എണീക്കുക, ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ സുബഹി നിസ്കരിക്കുക, സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓത്തുണ്ടാകുക. ഇതൊക്കെ തർബിയത്തിൻ്റെ കാര്യത്തിൽ സഹോദരന്മാർക്ക് ഒരു പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണം. ഞാനതും കൂടി ഒന്ന് പറയുകയാണ് ഈ കൂട്ടത്തിൽ. എന്താണ് ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ളത്? വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വവലദിഹി വമസ്ഊലത്തുൻ അൻ റഇയതിഹാ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൻ്റെ വീട്, ഭർത്താവിൻ്റെ സന്തതികൾ, ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് സ്ത്രീക്കാണ്. അപ്പോൾ പുതിയ തലമുറയിലെ ഉമ്മമാർക്ക് ഒരുപാട് അറിവ് വേണം, ഒരുപാട് പരിശീലനങ്ങൾ വേണം. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അറിവിലൂടെ. ഇതെങ്ങനെയാണ് നിങ്ങൾ ഫലപ്രദമാക്കേണ്ടത്? ഇതിൻ്റെ റിസൾട്ട് എന്താണ്? നിങ്ങളൊരു 300 ആൾ മഹദീയമാരായി. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? സമൂഹത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത്? ഒരു തലമുറ ദീനിനോട് ചേർന്ന് നിൽക്കണം, ഒരു തലമുറ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കണം, ഒരു തലമുറയുടെ മനസ്സിൽ പരലോക ചിന്തയുണ്ടാവണം, ഒരു തലമുറയുടെ മനസ്സ്
സംസ്കാര സമ്പന്നമാവണം, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാവണം. അതെങ്ങനെയാണ് സാധ്യമാവുക? നിങ്ങൾ നിങ്ങളുടെ വീട് നോക്കുക. അതുമാത്രം ചെയ്താൽ തന്നെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ വീടിൻ്റെ ഉത്തരവാദിത്വം ഇത് മുത്തുനബി എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ വീട് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നല്ല മനോഹരമായി വൃത്തിയാക്കി സെറ്റപ്പാക്കി വെക്കുക എന്നുള്ളതാണോ? അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഏറ്റവും പ്രധാനം എന്താണ്? നാളെ മനോഹരമായ വീട് നമ്മുടെ വീട്ടുകാർക്ക് കിട്ടുക എന്നുള്ളതാണ്. നാളെ മനോഹരമായ വീട് നമ്മുടെ വീട്ടുകാർക്ക് കിട്ടാൻ എനിക്കെന്താണ് നിർവഹിക്കുവാനുള്ളത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോൾ നമ്മുടെ വീട് ഒരു ഇസ്ലാമിക പരിസരം വീട്ടിൽ കൊണ്ടുവരിക. അതിലേറ്റവും പ്രധാനം എന്താ? വീട്ടുകാരൊക്കെ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളായി മാറുക. വീട്ടുകാരെങ്ങനെ നിസ്കരിക്കുക? വീട്ടിലെ ഉമ്മ നിസ്കരിക്കുമ്പോൾ, വീട്ടിലെ ഉപ്പ നിസ്കരിക്കുമ്പോൾ, അല്ലാതെ എങ്ങനെ വീട്ടുകാർ നിസ്കരിക്കുക? ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലോ ആൺകുട്ടികളെ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ നല്ല തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് വളർത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൻ്റെ തൊപ്പിമ്മക്ക് ഇങ്ങനെ നോക്കും, ഇല്ലേ? സത്യമല്ലേ? ആണ്. അങ്ങനെ അപ്പം നിങ്ങളിൻ്റെ തൊപ്പിമ്മക്ക് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ പറഞ്ഞത് വെറും ഒരു ശബ്ദം മാത്രമായിട്ട് മാറും. അപ്പം നിസ്കരിക്കൂ എന്ന് പറയുന്ന ഉമ്മ അത് പറയലല്ല, അത് കാണിച്ചു കൊടുക്കണം. കാരണം കുട്ടികൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വാക്കല്ല, നമ്മുടെ പ്രവർത്തനമാണ്. ഇസ്ലാം തന്നെ വളർന്നത് ഇത്തിബാഴിലൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് സജീവമായി മുസ്ഹഫ് രൂപത്തിൽ ഇറങ്ങാൻ തുടങ്ങുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. പക്ഷെ അപ്പോഴേക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവരെങ്ങനെ വന്നത്? അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കണ്ടു വളർന്നു. കേരളത്തിൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മതപരമായ പശ്ചാത്തലം ഉണ്ടായത്? എങ്ങനെ നമ്മളൊക്കെ സുന്നികളായത്? എങ്ങനെയാ? നമ്മൾ കണ്ട നല്ല മനുഷ്യന്മാരൊക്കെ സുന്നികളായിരുന്നു. അല്ലാതെ ഈ സമൂഹത്തിലുള്ള തവസ്സുൽ, ഇസ്തിഗാസ, നബിദിനം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഖുർആനും ഹദീസിൽ നിന്നുള്ള കൃത്യമായ പ്രമാണങ്ങളും തെളിവുകളൊക്കെ പഠിച്ചിട്ടാണോ ഈ ബഹുജന ലക്ഷങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കൂടെ നിന്നത്? അല്ല. അവർ കണ്ട നല്ല മനുഷ്യന്മാരൊക്കെ സുന്നികളായി. ഇത്തിബായിലൂടെ ഉണ്ടായതാ. അപ്പം നമ്മുടെ വീട് ഒരു ദീനുള്ള വീടാക്കണമെങ്കിൽ നമ്മൾ ദീനുള്ള ആളുകളായി മാറുക. നമ്മളെ കണ്ടിട്ട് കുട്ടികൾ വളരും. നമ്മൾ കുട്ടികളെ നല്ലോണം ചീത്തറയും. ഖുർആനോദാമൻ നിസ്കരിക്കാൻ പറഞ്ഞിട്ട്, മുടി നേരാക്കാൻ പറഞ്ഞിട്ട്, തലയിൽ തട്ടിടാൻ പറഞ്ഞിട്ട് നിങ്ങൾ അരിഞ്ഞത്തിമാരെ ചീത്ത പറയും. അതല്ല പ്രധാനം. അവർ കാണുന്ന ആളുകളൊക്കെ നിസ്കരിക്കുന്ന ആളുകളും ഖുർആൻ ഓതുന്ന ആളുകളും തലമറക്കുന്ന ആളുകളും ആകുമ്പോൾ അവരത് മറക്കുന്ന ആളുകളായി മാറും. അല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്ത് മൊബൈൽ ഫോൺ വഴി അവരൊരുപാട് ആളുകളെ കാണുന്നു, വേറൊരു കൾച്ചർ കാണുന്നു, ആ കൾച്ചറിനോട് മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ നമ്മൾ നേരായിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പം അവരുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലാവണം. അപ്പം വീട് നോക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം ഉമ്മമാരുടെ കാലടികൾക്ക് കീഴിലാണ്. കേട്ടിട്ടില്ലേ? അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? മരം നല്ലോണം നോക്കിയാൽ സ്വർഗത്തേക്ക് എത്തും. അതതിൻ്റെ ഒരു അർത്ഥമാണ്. മാത്രമല്ല, അതിൻ്റെ വേറൊരു അർത്ഥമുണ്ട്. അതൊരു ഡ്യൂട്ടിയുടെ അർത്ഥം, റൈറ്റിൻ്റെ അർത്ഥമാണ്. അവകാശത്തിൻ്റെയും ബാധ്യതയുടെയും ഹദീസാണ്. അവകാശത്തിൻ്റെ ബാധ്യത എന്താ? ഉമ്മയുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉന്നതമാക്കി വെച്ചു. പിന്നെയോ ഉമ്മയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അത് ഉമ്മയുടെ കാലിൻ്റെ ഒട്ടിലൂടെയാണ് പോകാൻ കഴിയുക. ഉമ്മയാണ് ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. വലിയ ഉത്തരവാദിത്വം. അപ്പം നിങ്ങൾ ഉമ്മമാരാകുമ്പോൾ ഒരു 10-15 വയസ്സ് വരെ ഓരോ കുട്ടിയും നിങ്ങളുടെ തണലിലാണ്. നിങ്ങൾ ചോറ് കൊടുക്കുന്നത് നിങ്ങളാണെങ്കിൽ
ദീന് കൊടുക്കുന്നത് നിങ്ങളാവണം. വസ്ത്രം ഉടുപ്പിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഇസ്ലാമിക സംസ്കാരം ഉടുപ്പിക്കുന്നത് നിങ്ങളാവണം. നിങ്ങൾ അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നത് നിങ്ങളാണെങ്കിൽ അവരെ ഖുർആൻ ഓതിപ്പിക്കുന്നതും നിങ്ങളാവണം. അവരുടെ ശാരീരികമായ വളർച്ച നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അവരുടെ ആത്മികമായ വളർച്ചയും നിങ്ങളുടെ കയ്യിലായിരിക്കണം. അങ്ങനെയാവാണെങ്കിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് സാധ്യമാണ്. അത് നമ്മളങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണല്ലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചെയ്തത്. വലിയ മണിക്കൂറുകളോളം അങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കാം. അത് ദിക്റുകളും ദുആകളൊക്കെ. ഇപ്പം എൻ്റെ 3.5 വയസ്സുള്ളൊരു മോളുണ്ട്. രാത്രി കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി ഒക്കെ ചെല്ലും. അപ്പോൾ അവളെ ഉമ്മ ബിസ്മിക റബ്ബി എന്നൊന്ന് തുടങ്ങി കൊടുത്താൽ മതി. പിന്നെ വദഅതു ജംബി എന്നുള്ളത് ബാക്കിയുള്ളത് അവൾ ചൊല്ലും. കുട്ടി ഉണരുമ്പോൾ നമ്മൾ പോയിട്ട് തന്നെ ഉണർത്തുക. കുട്ടികളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതനാ അത് ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ അവർ ചൊല്ലും. അത് രസകരമായിട്ട് ചൊല്ലും. അത് നമ്മളിങ്ങനെ പീഡിപ്പിക്കൊന്നും വേണ്ട. അപ്പോൾ മൊത്തം വിദ്യാഭ്യാസം ഒരു പീഡനത്തിൻ്റെ കാലം. 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കിന് കുട്ടികളങ്ങോട്ട് പഠിപ്പിച്ച് പീഡിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. വലിയ അപകടത്തിലേക്ക് സമൂഹത്തെ അതെത്തിക്കും. അറിവിനോട് താല്പര്യമില്ലാത്ത, പഠനത്തോട് താല്പര്യമില്ലാത്ത, ഇന്നിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് 2 വർഷം കൊണ്ട് ജോലി കിട്ടുക എന്ന രീതിയിലേക്ക് ആലോചിക്കുന്നത് എന്തുകൊണ്ട്? പഠനം കണ്ട് മടുത്തുപോയി. ആ രീതിയിലുള്ള അധ്യാപനം, ആ രീതിയിലുള്ള പഠനങ്ങൾ, ഒരു സൈക്കോളജിക്കലായിട്ടുള്ള രീതിയില്ലാത്ത സാഹചര്യം ഉണ്ടായി. നേരെ മറിച്ച് പശ്ചാത്തലങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നഷ്ടപ്പെടാൻ. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം. എങ്ങനെ ആയിഷ ബീവി പണ്ഡിതയായത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കസേരയിരുത്ത് മുന്നിൽ ഒരു ബെഞ്ചും ആയിഷ ബീവിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചതാ ആണോ? അല്ല. വീട്ടിലിങ്ങനെ ആയിഷ ബീവിൻ്റെ കൂടെ അങ്ങനെ റസൂലുള്ളാഹി ജീവിച്ചു. അപ്പോൾ ആയിഷ ബീവിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. അങ്ങനെ അറിവ് നൽകാൻ നമുക്ക് സാധ്യമാവണം. ഉമ്മമാരിൽ നിന്ന് ഇങ്ങനെ കിട്ടണം. ഇപ്പം ഞാൻ ദാറുൽ ഹുദയിൽ 11.5 വയസ്സിൽ വരുമ്പോൾ എനിക്ക് മുഹീദ്ദീമാല കാണാതെ അറിയായിരുന്നു. ഒരുപാട് വരികളുണ്ട് മുഹീദ്ദീമാല. ഈ വരികളൊക്കെ കാണാതെ അറിയും. എങ്ങനെ? അതിൻ്റെ ഉമ്മ ചെല്ലും. ഉമ്മക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് ചെല്ലിപ്പിക്കും. 3 വർഷം തുടർച്ചയായിട്ട് എന്നും രാത്രി ഈശസ്കാരം കഴിഞ്ഞിട്ട് മുഹീദ്ദീമാല ഞാൻ ചൊല്ലിയിരുന്നു. അത് ഉമ്മാൻ്റെ ഒരു തർബിയത്തായിരുന്നു. ബദരീങ്ങളുടെ മുഴുവൻ ബദരീങ്ങളുടെയും പേര് എനിക്ക് 10 വയസ്സാകുമ്പോഴേക്ക് കാണാതെ അറിയുമായിരുന്നു. അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയുമായിരുന്നു. എന്താ കാരണം? അതൊക്കെ ഉമ്മ ശീലിപ്പിച്ചതാ. ഉമ്മത് ചെല്ലും, നമ്മളാടി കേട്ട് ചെല്ലും. അപ്പം തർബിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം കുട്ടികളെ നമ്മളിങ്ങനെ തൊട്ടിലാട്ടുമ്പോൾ ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ നോക്കി, വാട്സപ്പ് നോക്കി, യൂട്യൂബിൽ പുസ്തകം കേട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ആ ഒരവസ്ഥയിൽ നിന്ന് പഴയ ഉമ്മമാരെ ആട്ടിയിരുന്ന ഒരു ആട്ടലുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് തൊട്ടിൽ കിടക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ഇതിങ്ങനെ കേൾക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ കേൾക്കാണ്. അതാ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ആത്മികമായ ഉണർവ്. ഗർഭിണികളായ ആളുകൾ ഖുർആനോത്തിൻ്റെ കാര്യത്തിൽ കാര്യക്ഷമത ഉണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഖുർആൻ പഠിക്കും. ഒരു ഹിഫ്ള് കോളേജ് നടത്തുന്ന ഒരു അധ്യാപകൻ്റെ അനുഭവം കേട്ടു. തബാറക ജുസും അമ്മ ജുസും കുട്ടി വേഗം മനപ്പാടാക്കി. അപ്പോൾ ഉസ്താദുമാരൊക്കെ കരുതി കുട്ടി ഭയങ്കര സ്മാർട്ടാണ്. അതല്ലാതെ വേറൊരു ജുസ് തുടങ്ങിയപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയണില്ല. അപ്പോൾ അതിൻ്റെ കാരണം വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞു, ഇത് രണ്ടും എനിക്ക് കാണാതെ അറിയാം. അത് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനമാണത്. അപ്പോൾ നമ്മൾ എങ്ങനെ ദീന് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവോ, നമ്മൾ എത്രത്തോളം ദീനി പരിശീലനം നൽകുന്നുവോ അതിനനുസരിച്ച് കുട്ടികൾ വളരും. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും ഖുർആനോത്തിൻ്റെ കാര്യത്തിലും കൂട്ടത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകളുണ്ട്. മൗലിദുകൾ, ഹദ്ദാദ്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ സജീവാക്കണം. അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. മുമ്പ് സജീവമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ
മങ്കൂസ് മൗലിദൊക്കെ പൊതുജനങ്ങൾക്ക് കാണാതറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബിനെ കേട്ടിട്ടില്ല നിങ്ങൾ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, നമുക്ക് വലിയ വിദ്യാഭ്യാസ നവോത്ഥാനം ഉണ്ടാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ഒരു സദസ്സിലിങ്ങനെ ഇരിക്കുക. സദസ്സ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കല്യാണം കഴിക്കണ സദസ്സാണ്. മുമ്പൊക്കെ സുന്നത്ത് കർമ്മമൊക്കെ നടക്കുമ്പോൾ കുറേ ആളുകളൊക്കെ വിളിച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഉസ്താദ്മാരൊക്കെ വിളിച്ച് മൗലൂദൊക്കെ ഓതി തുറന്നിട്ടാണ് സുന്നത്ത് കർമ്മം നടത്തുക. അപ്പോൾ അങ്ങനെ മൗലൂദ് ഓതാൻ വേണ്ടി ഉസ്താദ്മാരൊക്കെ വന്നിങ്ങനെ ഇരുന്ന് അതിൽ CH ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൗലിദ് കിതാബ് എത്തിയിട്ടില്ല. അപ്പോൾ മൗലവി അൽ-ഫാത്തിഹ എന്ന് വിളിച്ച് മൗലിദ് കിതാബ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫാത്തിഹ ഓതി തുറന്ന് കഴിഞ്ഞിട്ടും മൗലിദ് കിതാബ് എത്തിയില്ല. ദുആ കഴിഞ്ഞ് മൗലവിമാരിങ്ങനെ ഇരിക്കുക. അപ്പോൾ CHന് മനസ്സിലായി എന്ത്, ഇത് മൗലിദ് കിതാബ് കിട്ടായിട്ടുള്ള ഇരുത്ത. മൂപ്പര കണ്ടു തുടങ്ങി. സുബ്ഹാനല്ലദി അത്റാഫി ഷഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ എന്ന് പറഞ്ഞിട്ട് കാണാതെ ഹദീസ് ഓതൽ തുടങ്ങി. അത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഒരു പൊതുപ്രവർത്തകന് പോലും മങ്കൂസ് മൗലിദ് ഹദീസുകൾ കാണാതറിയുന്നൊരു കാലം മലബാറിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറക്ക് ജവാബ് കാണാതറിയും അല്ലേ? അന്ത തത്ലുഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ എന്ന് ചൊല്ലിയാൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ജവാബ് ചൊല്ലും. അടുത്ത തലമുറയിൽ നിന്ന് ഒരു പക്ഷെ അതും നഷ്ടപ്പെടും. അതിൻ്റെ മുമ്പ് നമ്മളിതൊക്കെ സജീവമാക്കാം. അതിൽ ശരിക്ക് റസൂലുള്ളാഹിൻ്റെ ഹുബ്ബ് ഖൽബിലേക്ക് കൊടുക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാലിൻ ഹുബ്ബി നബിയിക്കും വഹുബ്ബി അഹ്ലി ബൈത്തിഹി വതിലാവത്തിൽ ഖുർആൻ. 3 കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് ഒരു സംസ്കാരമായി പഠിപ്പിക്കണം. അതെന്താ? ഒന്ന് മുത്തുനബിയോടുള്ള സ്നേഹമാണ്, മറ്റൊന്നോ അഹ്ലുബൈത്തിനോടുള്ള മഹബത്താണ്, വേറൊന്നോ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടണം, ഒരു ഔലാദാകുമ്പോൾ കിട്ടണം. നിസ്കാരമോ 7 വയസ്സാകുമ്പോൾ തന്നെ തുടങ്ങണം. 10 വയസ്സാകുമ്പോൾ നമ്മളത് സ്ട്രിക്റ്റ് ആക്കണം. പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് മതനിഷ്ഠയുള്ള മക്കളാക്കി നമ്മുടെ മക്കൾ മാറണം. ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള നിങ്ങൾക്കാണ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. ഖുർആനിലും പൂർവ്വവേദങ്ങളിലും വിശ്വസിക്കുക. ഖുർആനുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം. അത് ഓത്ത് മാത്രമല്ല. ഇപ്പോൾ മഹദിയൻ്റെ സിലബസിൽ തഫ്സീർ ഉണ്ടോ? ഉണ്ട്. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധപ്പെട്ട കൂടുതൽ തഫ്സീറുകൾ പഠിക്കുക. അത് നമുക്കൊരു വെളിച്ചമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താ? ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനോട് പ്രസംഗിക്കാൻ തുടങ്ങി ഒരു 25 മിനിറ്റ് ആയപ്പോഴേക്കിന് 1-2 ആൾക്കാരൊക്കെ ഇങ്ങനെ തൂങ്ങൽ തുടങ്ങി. ഇതേ നമ്മൾ ഫോണ് തുറന്നു വെച്ചാൽ 3-4 മണിക്കൂറായാലും നമുക്ക് ഉറക്കം വരില്ല. എന്താ അതിൻ്റെ പ്രശ്നം? പ്രശ്നം തന്നെയാണ്. നമ്മുടെ കൽബ് നന്മകളിലേക്ക് മുത്തവജ്ജിഹായ കൽബല്ല. കൽബിലൊരു വെളിച്ചം കിട്ടിയിട്ടില്ല. അതാ കാരണം. ഒരു അൽക്കഫ് ഓതുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് കുറേ നിന്നിട്ടും കുറേ ഇരുന്നിട്ടും കുറേ കാല് മാറി ഇരുന്നിട്ടും അങ്ങോട്ട് പൂർത്തിയാക്കും. അൽക്കഫ് ചെയ്യുമ്പോഴേക്കിന് എന്തോ ഒരു 10 ജോഡി ഒന്നിച്ച് അലക്കിയമായിട്ടുള്ളൊരു ഫീലിംഗാണ് ചിലവർക്ക്. എന്താ അങ്ങനെയൊക്കെ സംഭവിക്കണേ? നമ്മുടെ കൽബിന് അത്രേ വെളിച്ചുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കാണ്, റസൂലുള്ളാഹ്, എന്താണ് കൽബിന് വെളിച്ചം കിട്ടാനുള്ള വഴി? കൽബിന് തെളിച്ചം കിട്ടാനുള്ള വഴി എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കാര്യങ്ങൾ. ദിക്റുല്ലാഹി വതിലാവത്തുൽ ഖുർആനി വസ്സലാത്തു അലയ്യ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം മനസ്സിന് തെളിച്ചമുണ്ടാക്കുവാനുള്ള കാര്യം ദിക്റുല്ലാഹി വതിലാവത്തുൽ ഖുർആനി വസ്സലാത്തു അലയ്യ. അള്ളാഹുവിനെ ഓർക്കുക, പിന്നെയോ ഖുർആൻ ഓതുക, എൻ്റെ പേരിൽ സലാത്ത് തന്നെ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. ഖുർആൻ ഓതാൻ, വായിക്കാൻ, നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സ് വരും. പരമാവധി ഈ 3 കാര്യങ്ങളിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. പരലോകത്തെക്കുറിച്ച് യഖീനുള്ള ആളുകളാണ് വിജയികൾ.
അപ്പോൾ നമുക്കൊരു മഹദീയ എന്ന പേരിനോട് അഭിമാനത്തോടെ ചേർത്ത് നിർത്താൻ നമുക്ക് പരലോകത്തെക്കുറിച്ച് ഉറപ്പുണ്ടാവണം. അത് വിശദീകരിക്കാൻ സമയമല്ല. ഒരു കാര്യം നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഒറ്റക്ക. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നല്ലൊരാളായതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്നില്ല. നിങ്ങളുടെ ഉപ്പ നല്ലൊരാളായതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്നില്ല. നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ നമ്മൾ നേരാവണം, നമ്മൾ മുത്തക്കിയാവണം. നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഖ്ലൂക്കീങ്ങൾക്കൊക്കെയും ചെയ്യാൻ പറ്റുന്നത് ഭൗതികമായ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പം എൻ്റെ കുടുംബക്കാർക്ക് ചെയ്യാൻ കഴിയുക? എന്നെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറയുക. അത് കഴിഞ്ഞാൽ ഓല് ഫ്രീ ആയി. പിന്നെ ആർക്കാ പ്രശ്നം? പിന്നുള്ളതൊക്കെ എനിക്കാണ്. എൻ്റെ എന്തെങ്കിലുമൊക്കെ കടങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും. പക്ഷെ ഞാൻ ഒഴിവാക്കിയ നിസ്കാരങ്ങൾ, ഞാൻ ബാധ്യതയാക്കി വച്ച സക്കാത്തും ഹജ്ജും, ഞാൻ ചെയ്ത തെറ്റുകൾ, ഇതിലൊന്നും എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ സഹധർമ്മിണിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക്, സുഹൃത്തുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പരലോകം അതെൻ്റെ കയ്യിലാണ്. ഈ ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം. വേറെ ആരും അതിലില്ല. പിന്നൊക്കെ മറക്കും. നമ്മളെല്ലാവരും മറക്കും. നമ്മെ മറക്കാത്തത് നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. അവന് നമ്മുടെ ഓരോ അമലുകളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു, അതിന് പ്രതിഫലം നൽകുന്നു. ഭൗതിക ലോകത്തുള്ള ആളുകളോ ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ ഒരു താങ്ക് യു പറയാൻ, ഒരു ജസാക്കുമെന്ന് പറയാൻ അതിന് പോലും ആളുകൾക്ക് മനസ്സുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു സാധനം ഒരാളോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന് ചിഞ്ഞി എന്തിനാ ഇവിടെ കിണഞ്ഞി വയ്ക്കുമെന്നറിയും. അങ്ങനല്ലേ നമ്മുടെയൊക്കെ മനസ്സ്. ഇതാണ് സൃഷ്ടികൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാതിരിക്കുക. സ്രഷ്ടാവായ അള്ളാഹു, അവൻ്റെ പൊരുത്തം മാത്രമാവണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലേക്ക് നമ്മെ എത്തിക്കട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ശില്പികൾ വന്ദരായ ഹൈദർ ഉസ്താദ്, ബഷീർ ഉസ്താദ്, ബാപ്പുട്ടി ഹാജി, കുഞ്ഞാപ്പു ഹാജി, ഈ സ്ഥാപനത്തിന് ദീർഘകാലം നേതൃത്വം നൽകിയ വന്ദരായ ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു അവരുടെയൊക്കെ പരലോക ദറജ ഉയർത്തട്ടെ. ഉമ്മത്തിൻ്റെ വലിയൊരു പിന്തുണയോടുകൂടി വന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം കൃത്യമായി ദഅവത്ത് എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ വന്നതാണ്. അറിവ് പ്രസരണം ചെയ്യുക, ദീന് പ്രചരിപ്പിക്കുക, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുക, ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിങ്ങളും സജീവമാകണം എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അതിന് നിങ്ങൾ തയ്യാറാവും. അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിയും? ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ സജീവമാക്കാൻ കഴിയും. ഒരു പക്ഷേ നമ്മുടെ മതസ്ഥാപനങ്ങളൊക്കെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമായി, ഒരു ഹിന്ദു രാഷ്ട്രമായി രാജ്യം മാറിക്കഴിഞ്ഞാൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, പൂട്ടിടപ്പെടും. പിന്നെ ഈ ദീന് സംരക്ഷിക്കാൻ മതബോധമുള്ള സ്ത്രീകൾക്കാണ് കഴിയുക. വീടുകളിലൂടെ കിട്ടുന്ന ദീനായിരിക്കും പിന്നെ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുക. അതിന് നിങ്ങൾ ദീന് പ്രചാരണം നടത്തുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. അതിനിങ്ങനെ ഒരുപാട് പ്രസംഗിക്കാനും നിങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെ കണ്ട് ദീനുള്ള ആളുകളായി മാറാൻ. നിങ്ങളുടെ കൂടെ ഒരു 10 മിനിറ്റ് ഒരാൾ ചിലവഴിച്ചാൽ അവർക്ക് ഒരു വെളിച്ചം കിട്ടുന്ന ഒരു ജീവിത പശ്ചാത്തലം നിങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. നമ്മളൊരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയത് നമ്മുടെ സമയമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇതിലൊക്കെ കല്യാണം കഴിച്ച ആളുകളുണ്ടാവും. ഭർത്താവ് നിങ്ങൾക്ക് മാസത്തിൽ 25,000 രൂപ അയച്ചു തരുന്നു. അതിലേറെ നിങ്ങൾ വില കൽപ്പിക്കുന്നത് ഒരു 25 മിനിറ്റ് ദീർഘമായി എന്നും സംസാരിക്കുന്നതായിരിക്കും, അല്ലേ? അവരുടെ സമയമാണ് നിങ്ങൾക്ക് ആവശ്യം. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരും. നമ്മൾ ആളുകൾക്ക് സമയം കൊടുക്കുക, സഹായിക്കുക, കൂടെ നിൽക്കുക, ചേർത്ത് പിടിക്കുക. അപ്പം നിങ്ങളിലൂടെ ഒരു കുട്ടിക്ക് മോട്ടിവേഷൻ കിട്ടിയാൽ ആ കുട്ടിയെ നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ കഴിയും, അവനെ നിയന്ത്രിക്കാൻ കഴിയും, അവനെ മാർഗദർശനം നടത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദാറുൽ ഹുദായുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളും പ്രവർത്തിക്കുക.
ഞാൻ 10-18 വർഷമായി അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൻ്റെ പുറത്ത് വർക്ക് ചെയ്യാണ്. വളരെ ദയനീയമാണ് സ്ത്രീകളുടെ അവസ്ഥ. ജനാബത്ത് കുളിക്കാത്ത സ്ത്രീകൾ, തലയിൽ വെള്ളമൊഴിക്കൽ ആഴ്ചയിലൊരിക്കലാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളെ 10,000 പെണ്ണുങ്ങളെ കാണാൻ കഴിയും. അവർക്ക് നോമ്പില്ല. നോമ്പ് തോൽക്കുന്ന സ്ത്രീകൾ കുറവാണ്. എൻ്റെ അനുഭവങ്ങൾ പറയാൻ സമയമല്ല. ഒറ്റക്കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ആന്ധ്രയിൽ കുറേ പ്രദേശങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു റമദാനിൽ ഞങ്ങൾക്കൊരു പള്ളിയിലാണ് അത്താഴത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. അപ്പോൾ 10-70 ആളുകൾ ഇങ്ങനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പള്ളി കമ്മിറ്റിൻ്റെ കീഴിലാണ് ഈ അത്താഴമൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആന്ധ്രക്കാരനായ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പുറത്തിറങ്ങിയ ഒരു ഇമ്രാൻ ഹുദവി ഉണ്ട്. അവനോട് ആ സന്തോഷം പറഞ്ഞു. ഇമ്രാൻ, അത്താഴം എല്ലായിടത്തും ഈ നോമ്പ് തുറ സൗകര്യപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത്താഴം സൗകര്യപ്പെടുത്തുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട്, ഉസ്താദ്, ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ല. 4 മണിക്ക് എണീറ്റിട്ട് ഇവർക്ക് ചോറ് വിളമ്പിക്കൊടുക്കാൻ ഇവരുടെ ഭാര്യമാരും ഉമ്മമാരും ഒന്നും റെഡിയല്ല. അപ്പം നോമ്പ് വെൽക്കുന്ന ആളുകൾക്ക് 4 ഭക്ഷണത്തിന് പള്ളി കമ്മിറ്റി സൗകര്യം ചെയ്തതാണ്. ഈ ഒരവസ്ഥ, ഇതിന് മാറ്റമുണ്ടാക്കാൻ നിങ്ങളും കൂടി പ്രവർത്തിക്കണം. അതിനെന്താ വഴി? കേരളത്തിൻ്റെ പുറത്ത് സേവനം ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോകാൻ തയ്യാറാവുക, ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ അതൊരു മിഷനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും സാധ്യമാകും. അല്ലെങ്കിൽ കൊല്ലത്തിൽ കുറഞ്ഞ സമയമെങ്കിലും കുറച്ച് യാത്രകൾ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഭർത്താവിൻ്റെ കൂടെ, മെഹ്റമിൻ്റെ കൂടെ സംസാരിക്കുക. അതിന് നിങ്ങൾ ഉറുദു ഭാഷ പഠിക്കുക. മഹദിയ കോഴ്സിൽ ഉറുദു ഉണ്ടോ? ഇല്ല. അത് ഉണ്ടാവണം. ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളത് പഠിക്കുക, കുറച്ചൊക്കെ സംസാരിക്കാൻ ശീലിക്കുക, നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദഅവത്താകും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പുരോഗതിയിലും നിങ്ങളുണ്ടാവണം. 0 നിന്നും തുടങ്ങി ഇഖ്ലാസിൻ്റെ ബലം കൊണ്ട് ഈ ഉമ്മത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരു 40 വർഷമായപ്പോഴേക്ക് 1986 80 കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥാപനം ഇന്ന് 11,000-ലേറെ കുട്ടികൾ പഠിക്കുന്ന വലിയൊരു വിദ്യാഭ്യാസ സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഇഖ്ലാസാണ്, ഉമ്മത്തിൻ്റെ വലിയ പിന്തുണയാണ്. ഉമ്മത്തിന് പണം വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റുന്ന കുറച്ചാളുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായി എന്നത് അതിൻ്റെ വലിയൊരു ഘടകമാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുആകളിലൊക്കെ ഇതിനെ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്തി ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ്, നിങ്ങളുടെ വീടിൽ ദീനി പരിസരം ഉണ്ടാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളൊരു സെഷൻ കഴിഞ്ഞു, ഒരു എക്സ്പേർട്ട് ടോക്ക് കഴിഞ്ഞ്. വിശക്കുന്നുണ്ടോ? ഫുഡ് ഇൻഷാ അല്ലാഹ് ഒരു 1:30 ആകുമ്പോഴത്തേന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്ഷീണമില്ല, വേണമെങ്കിൽ എണീറ്റ് നിന്ന് ഇരിക്കാം. ആവശ്യമുണ്ടോ? നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങല്ലേ. നമ്മുടെ ആനമങ്ങാട് ഉസ്താദിനെ അറിയിക്കാരം ആശുമുസ്താദ് പരിചയപ്പെടുത്തിയിരുന്ന് നമ്മുടെ ദാറുൽ ഹുദൻ്റെ ഉത്തരേന്ത്യൻ പ്രൊജക്റ്റിനൊക്കെ
ഇവിടെ നമ്മൾ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് നമ്മുടെ ഷർഫുദ്ദീൻ ഉസ്താദ്. നിങ്ങൾ താവന് ഇതിൻ്റെ സ്റ്റാറ്റസ് വെക്കൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രൊജക്റ്റുകൾ, ഇത്തരം ഫണ്ടുകളൊക്കെ നമ്മൾ കാര്യമായിട്ട് ദാറുൽ ഹുദൻ്റെ 2 ലക്ഷത്തോളം പഠിതാക്കൾ ദാറുൽ ഹുദയുടെ ഇന്ത്യൻ്റെ വിവിധ ദേശങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹാദിയൻ്റെ കീഴിൽ. അതിൻ്റെയൊക്കെ ഒരു തുടക്കം പൂങ്കന്നൂർ നമ്മുടെ ക്യാമ്പസിൽ, ആന്ധ്രാപ്രദേശ് ക്യാമ്പസിൽ ഇതിൻ്റെ ക്യാമ്പസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് മക്തബുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അതിനൊക്കെ ഒരു നേതൃത്വം കൊടുത്തതും ഇതൊക്കെ സാധ്യമാണെന്ന് തെളിയിച്ചതൊക്കെ ഉസ്താദാണ്. ഉസ്താദിനും കൂടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, കഴിയുന്നവരൊക്കെ നിങ്ങളുടെ മഹറമിൻ്റെ കൂടെ ഒരു യാത്ര പോകണം. നമ്മുടെ ദാറുൽ ഹുദ തന്നെ ഉണ്ടായത് ഇത്തരം യാത്രയുടെ ഒരു ഫലമായിട്ടാണ് ദാറുൽ ഹുദ ഉണ്ടായത്. അതായത് ബാപ്പുട്ടി ഹാജി ഇവരൊക്കെ ചേർന്നിട്ട് ദാറുൽ ഹുദൻ്റെ പുറത്തേക്ക് ഒരു യാത്ര നടത്തിയ സമയത്ത് കേരളത്തിൻ്റെ പുറത്തുള്ള മുസ്ലിങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ ഇവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. എപ്പോഴും ബാപ്പുട്ടി ഹാജി പറയാറുണ്ട്, നമുക്കൊക്കെ പാണക്കാടുണ്ടല്ലോ, സമസ്തയുണ്ടല്ലോ, ഇവർക്ക് ആരാണുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഷർഫുദ്ദീൻ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമ്മുടെ സലാഹുദ്ദീൻ ഉസ്താദ്, ഡോക്ടർ സലാഹുദ്ദീൻ ഉദവി അവറുകൾ പറമ്പിൽ പിടിക നമ്മോട് സംസാരിക്കും. നമ്മുടെ PG ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൽറ്റി കൂടിയാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ എല്ലാവിധ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്ഷീണമില്ലാത്തവരൊക്കെ ഒന്ന് എണീറ്റുന്നാണ്. ക്ഷീണമില്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് എണീറ്റേക്ക്. എന്നിട്ട് ഇപ്പം അവനായി ഇരുന്ന സ്ഥലത്ത് നിന്നൊന്നും മാറിയിരിക്കാനായിരുന്നു. ഇപ്പം അവനായി ഇരുന്ന വേറെ ഏത് സ്ഥലത്തേക്കും പോവാം. പിന്നെ മുന്നത്തെ കസാര ബ്ലാങ്ക് ആക്കരുത് കേട്ടാ. മാറ്റങ്ങളെപ്പോഴും നല്ലതാണല്ലോ, പുതിയ ഉന്മേഷം നൽകാനും എല്ലാത്തിനും. ഓക്കെ ഇൻഷാ അല്ലാഹ്. ആർക്കും സീറ്റ് കിട്ടാത്തുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ഇന്നത്തെ സംഗമത്തിൻ്റെ അവസാനത്തെ സെഷനാണിത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഒരുപാട് ഊർജം സംഭരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഒരുപാട് വ്യത്യസ്ത ക്യാമ്പസുകളിൽ കാണാതെ, പരസ്പരം മീറ്റ് ചെയ്യാതെ ഒരേ സിലബസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പഠിതാക്കൾ അവരുടെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും കൈമാറാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും, ഭക്ഷണത്തിനും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് എന്നോട് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ഏരിയ എന്ന് പറയുന്നത്, ഈ കിട്ടിയ അറിവ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടി, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു കോഴ്സ് നിങ്ങൾ ചെയ്തു. സാധാരണ കൺവെൻഷണൽ കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും BA പോവും, +2 കഴിയും, ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പോവും, പഠിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി ദാറുൽ ഹുദ ഡിസൈൻ ചെയ്തിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ഫിഖ്ഹും ഹദീസും ഖുർആനും തഫ്സീറും ലൈഫ് സ്കില്ലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച്, ഇനി ഇത് നിങ്ങളുടെ ഫർദർ സ്റ്റഡി എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അവസരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം, ഇതിനെക്കുറിച്ച് പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് ChatGPT ഒരു കാര്യം ചോദിച്ചു. നിങ്ങളൊക്കെ അതായിരിക്കുമല്ലോ ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചത്, വേൾഡിൽ ഇപ്പോൾ കണ്ടംപററി വേൾഡിൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള മുസ്ലിം സ്പിരിച്വൽ ലീഡേഴ്സായിട്ടുള്ള കുറച്ച് പെണ്ണുങ്ങളെ പേര് പറഞ്ഞുതരാൻ പറ്റുമോ എന്നാണ് ഞാൻ ChatGPT ചോദിച്ചത്.
അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ്ഡായി ഇവിടെ മലേഷ്യയിൽ വെച്ച്. മലേഷ്യയിൽ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ PG PhD ഒക്കെ അവിടെ നിന്നാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഞാനും എൻ്റെ ഒരു ടീച്ചറും കൂടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിയൊരു പുസ്തകം. അപ്പോൾ അതിൻ്റെ മെയിൻ ഓതർ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ലേഡിയാണ്. ഡോക്ടർ നസ്ര അഹമ്മദ് എന്നാണ് മൂപ്പത്തിയുടെ പേര്. മൂപ്പത്തിയാർ മലേഷ്യൻ ഒറിജിനാണെങ്കിലും ടീച്ചർ ശരിക്ക് മലേഷ്യക്കാരിയാണെങ്കിലും ശരിക്കും അവർ പ്രപിതാക്കൾ വളാഞ്ചേരി എന്ന് പോയതാണ്. വളാഞ്ചേരി എന്ന് പറയാനൊന്നും ടീച്ചർക്ക് കഴിയില്ല, വളഞ്ചേരി എന്നൊക്കെ പറയുള്ളൂ. പക്ഷേ വളാഞ്ചേരി എന്ന് നമ്മൾ തിരുത്തി മനസ്സിലാക്കണം. ഏതായാലും ആ ടീച്ചറുമൊത്ത് ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ദ സയൻസ് ഓഫ് ഖുർആൻ എന്നുള്ള ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിൽ. അതായത് ഉലൂമുൽ ഖുർആനെ കുറിച്ചാണ്. ഉലൂമുൽ ഖുർആൻ പഠിക്കുന്ന IIM മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുണ്ടാവും, ഇസ്ലാമിക് സ്റ്റഡീസിലല്ലാത്ത. അവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ സോഷ്യോളജി പഠിക്കുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണെങ്കിലും ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പഠിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ഇസ്ലാമിക് പേപ്പേഴ്സ് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. അതുപോലെ ഞങ്ങൾ ഉലൂമുൽ ഖുർആനിന് നമ്മൾ തിബിയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കിതാബൊന്നും വെച്ച് കൊടുത്തൊരു കാര്യമില്ല. അതൊന്നും ഓൽക്ക് പഠിക്കാനില്ല, ഓൽക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഉലൂമുൽ ഖുർആൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ് എന്താണ്, അതിനെ എങ്ങനെ റെലവൻറ്റൈസ് ചെയ്യാമെന്നാണ് പുതിയ കാലഘട്ടത്തിലേക്ക് എന്ന് നമ്മളെ മൈൻഡിലിട്ടൊരു എക്സസൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അത് കുറേ പലയിടത്തും പ്രസൻറ്റ് ചെയ്ത് അതിലെ ക്രിറ്റിസിസൊക്കെ ഏറ്റുവാങ്ങി മോഡിഫൈ ചെയ്ത് ഒരു 4-5 കൊല്ലം പണിയെടുത്തതിന് ശേഷമാണ് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകൃതമാവും. അപ്പോൾ പുസ്തകത്തിൻ്റെ എയിം അതൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ ആയിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് എന്നാൽ ഈ കുട്ടികൾക്ക് ഡിഗ്രിയിൽ പഠിക്കുന്ന സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു പേപ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് വെക്കാൻ പറ്റുന്നൊരു സാധനമായിരിക്കണം. ഇതായിരുന്നു ഞങ്ങൾ കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അൽഹംദുലില്ലാഹ് അത് പൂർത്തിയായി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അതിൽ 2ാമത്തെ ഓതറാണ് ഞാൻ. അതിൽ 1ാമത്തെ ഓതർ ഒരു പെണ്ണാണ്. എൻ്റെ ഫോർമലി എൻ്റെ ടീച്ചറല്ല എങ്കിൽ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ്. ഒരു മലയാളി ഒറിജിൻ ഉള്ളത് കൊണ്ട് എനിക്ക് എന്നെ ഒരു റിസർച്ചിന് ക്ഷണിച്ചു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് റിസർച്ച് ചെയ്തു. അതിന് ഫണ്ട് ചെയ്തത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. അത് ആ റിസർച്ചിന് നമുക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളത് IIIT എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. നിങ്ങളുടെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് തോട്ട്, ഇതാണ് അതിൻ്റെ പേര്. IIIT, അതാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് തോട്ട്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഓർഗനൈസേഷനാണത്. അവരാണ് ഇത് ഫണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരും IIM കൂടിയിട്ടാണ് പുസ്തകം പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് ഒരുപാട് ഇൻ്റലക്ച്വൽസ് ഉണ്ട്, പെണ്ണുങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങളായിട്ട്. അപ്പം ഞാൻ 10 ആളെ ചോദിച്ചു, എനിക്ക് 10 ആളെ തന്നു ChatGPT. 10 ആളെ ഞാൻ 10 ആളെയും ഇങ്ങനെ എന്താ പറയുക, വിക്കിപീഡിയയിൽ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കി അവരെന്താ ചെയ്യുന്നത് ഇപ്പം. എന്നാലും നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ ആ 10 ആളെ അതേപോലത്തെ ഒരു 10 ആളെ കേരളത്തിൽ നിന്ന് ഇന്ത്യ എന്നാണ് ചോദിച്ചു. കേരളം എന്നല്ല, ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആരാ അറിയോ? നമ്മൾ ജാമിദ ടീച്ചറാണ് ഫസ്റ്റ് ഇട്ടത് ChatGPT ജാമിദ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ChatGPTക്ക് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാകും. പക്ഷെ അവർ ChatGPTക്ക് കയ്യെത്തുന്ന സോഴ്സുകളിലൊന്നും അവരെ പേരോ അല്ലെങ്കിൽ അവരെ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ലോകത്ത് ഇങ്ങനെ മുസ്ലിം പണ്ഡിതകളായിട്ടുള്ള ദീന് പഠിച്ച, എഴുതാൻ പഠിച്ച, പറയാൻ പഠിച്ച ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. വിശേഷ മലേഷ്യയിൽ നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടുമുട്ടാറുണ്ട്. എൻ്റെ ടീച്ചർമാരിലുണ്ട് കുറേ ആളുകൾ. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടോ പറഞ്ഞത്. ഈ പറഞ്ഞ ആളുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്തിട്ട് അവരെ വേണമെങ്കിലൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരെന്താ ചെയ്യണമെന്നൊന്ന് നോക്കണം. നല്ലതാണ്. നിങ്ങൾ അവർക്കൊക്കെ എന്താ പണി അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ എന്താ പഠിച്ചിട്ട് എന്താ അവരൊക്കെ ചെയ്യണത്? ചിലപ്പോൾ നമ്മളെ സാഹചര്യത്തിൽ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കോളൊന്നുമില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് മുസ്ലിം ലോകത്ത് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നും അറിയണം. നല്ലതാണ്. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറുടെ പേര് ഖമർ ഓനിയ ഖമറുസമാൻ എന്നാണ് ടീച്ചർ പേര്. ഖമർ ഓനിയ എന്നാണ് എഴുതുക. ഖമർ ഓനിയ ഖമറുസമാൻ എന്നാണ് പേര്.
വളരെ പ്രായം ചെന്ന ടീച്ചറായിരുന്നു. ഭയങ്കര ചൂടത്തിയാണ്, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ടീച്ചറായിരുന്നു. ടീച്ചറിനെ പഠിപ്പിച്ചത് പിന്നെ കമ്പാരിറ്റീവ് റിലീജിയനാണ്, മത താരതമ്യ പഠനം. അങ്ങനെ പേപ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ ഞാൻ അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. 37 പഠിച്ചത് പിന്നെ 2 പ്രധാനപ്പെട്ട അധ്യാപകരുടെ അടുത്ത് 37 പഠിച്ചിട്ടുണ്ട്. ഒന്ന് പിന്നെ നഖീബുൽ അത്താസ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഗൂഗിളിൽ. സയ്യിദ് നഖീബുൽ അത്താസ് തങ്ങളാണോ പേര്? ഇന്ന് ലോകത്തെ ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ഫിലോസഫറാണ് സയ്യിദ് നഖീബുൽ അത്താസ്. 90-ലേറെ വയസ്സുണ്ടാവും. 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ഈ അടുത്ത് കോവനൻറ്റ് ഫുൾഫിൽഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അദ്ദേഹത്തിന് മലേഷ്യയിലാണ് ഒപ്പരുള്ളത്. അത്താസ് എന്ന് നമ്മൾ അത്താസ് റാത്തീബ് എന്നൊക്കെ പറയില്ലേ, അത്താസ് ഫാമിലിയിൽ വരുന്ന ആളാണ് അത്താസ്. അതൊരു ഫാമിലി നെയിമാണ്. അദ്ദേഹം ലോകം അംഗീകരിക്കപ്പെടുന്ന വലിയ ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ IIITയുടെ പിന്നെ ലീഡേഴ്സായിരുന്ന ഫൗണ്ടിങ് ഫാദേഴ്സിൽപ്പെട്ട ഇസ്മായിൽ രാജി ഫാറൂഖി പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും, കേട്ടില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണമല്ലോ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങളും വളരണമല്ലോ, നിങ്ങളും ലോകത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ആളുകൾ. നിങ്ങളെ ചെറുതായിട്ട് കാണരുത്. പിന്നെ ഞാൻ ചോദിച്ചു ഇവരോട് എന്തൊക്കെ സാധാരണ മതിയെ കഴിഞ്ഞ പെൺകുട്ടികൾ ചെയ്യുക. അപ്പോൾ അതിൽ വളരെ പിന്നെ ഡൈവേഴ്സിറ്റിയാണ് അതിൽ കാണുക. ചിലവർ PGക്ക് പോവും, വളരെ ഡിഫറെൻ്റായ സബ്ജക്റ്റുകൾ PGക്ക് പോയി. ഹിസ്റ്ററിക്ക് പോണവരുണ്ട്, സോഷ്യോളജിയിൽ പോണവരുണ്ട്, എക്കണോമിക്സിൽ പോണവരുണ്ട്, BCom എടുത്ത് പോണവരുണ്ട്. അവർ പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ PG ചെയ്യും. പിന്നെ ചിലർ B.Edന് പോവും, സ്കൂളുകളിൽ കയറും, അധ്യാപകരാവും. ചിലർ ഓൺലൈനായിട്ട് കുറേ ടീച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇസ്ലാമിനെ പഠിപ്പിക്കണവരുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇടപഴകണവരുണ്ട്, എഴുതുന്നവരുണ്ട്, പുസ്തകം പബ്ലിഷ് ചെയ്തവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല, എനിക്കങ്ങനെ എൻ്റെ പിന്നെ എന്താ പറയുക ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൽ അങ്ങനെ മഹദിയിൽ ഇടപെട്ടോലില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ വളരെ അടുത്തുനിന്നുള്ള ഇൻഫർമേഷൻ എനിക്കില്ല. പറഞ്ഞു കേട്ട വിവരം എൻ്റെ അടുത്തുള്ളൂ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞത് ഒന്നുകൂടി അതിനെ ബ്രോഡൻ ചെയ്യാനാണ്. നിങ്ങളുടെ ഈ ഒരു ചക്രവാളം ഒന്നുകൂടി വിശാലാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതായിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാര്യമായിരിക്കും. അടുത്തൊരു കാലഘട്ടത്തിൽ അത് വരാനും സാധ്യതയുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും നാളെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വരിക, പിന്നെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറയാതിരിക്കുന്നതിൽ നമ്മൾ ഇതൊക്കെ പറയുക എന്നുള്ളതാണ്. കുറേ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അത് ഫ്യൂച്ചറിൽ അത് അപ്ലിക്കബിളായി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് ഇസ്മായിൽ രാജി ഫാറൂഖി IIITൻ്റെ ആൾ. ഈ IIITയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർഡിസിപ്ലിനറി റിസർച്ചുകൾ, സ്റ്റഡീസൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇസ്മായിൽ രാജി ഫാറൂഖി ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിലുണ്ടായിരുന്നു. അവിടെയും പഠിച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ പിന്നെ ലോകത്ത് ഒരുപാട് പരിപാടികളിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്കോളർ കൂടിയാണ് ടീച്ചർ. പുസ്തകമുണ്ട് നമ്മളെ ലൈബ്രറിയിൽ 37 എഴുതിയ പുസ്തകം. അൽബുറുനിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം 37യുടെ തീസീസുള്ള PhD തീസീസുള്ള ആ PhD തീസീസ് പബ്ലിഷ്ഡാണ്. പിന്നെ അത് നമ്മൾ ഇന്നിവിടെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകമാണ്. കമ്പാരിറ്റീവ് റിലീജിയനിൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇങ്ങനത്തെ ലോകത്ത് ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള പിന്നെ മുസ്ലിം പിന്നെ വിമൻ, പെണ്ണുങ്ങൾ, അവരെ നിങ്ങൾ എന്ത് വെച്ചാൽ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാന്നല്ല, അവരെ കോപ്പി ചെയ്യാന്നെല്ലാം പറഞ്ഞത്. ചിലപ്പോൾ കോപ്പി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നല്ല. കാരണം പലരും പല ചിന്താഗതിക്കാരതിലുണ്ടാകും. പിന്നെ ഒരു നാട്ടിൽ അപ്ലിക്കബിൾ ആവുന്ന എല്ലാ കാര്യവും അതേപോലെ നമുക്ക് വേറെ നാട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ആ നാടിൻ്റെ പൊതു സ്വഭാവം, അതിൻ്റെ സ്ട്രക്ചറിനൊക്കെ കേടുവരുത്തുന്നുണ്ടാവും. ചിലത് നമ്മൾ വളരെ സാവകാശം ചെയ്യേണ്ടതുണ്ടാവും. അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കസ്റ്റമൈസ് ചെയ്യാൻ, നമ്മൾ നാട്ടിലേക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ എന്നാൽ പോലും എന്താണ് അവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ChatGPT ചോദിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ആളുകളെ പേര് നമ്മുടെ പറയാണ്. പിന്നെ നിങ്ങൾക്ക് അവരൊക്കെ നിങ്ങളെൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കൂടെ പറയും, ഇപ്പം തന്നെ നിങ്ങൾ അവരെ എന്താ പറയുക ആ ഫോണിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം, നല്ലതായിരിക്കും. ചെറിയ എക്സസൈസ് ആയിക്കോട്ടെ അല്ലേ. ഫോൺ ഉണ്ട് നിങ്ങളെ കയ്യിൽ ഇല്ലേ? ഉണ്ടാവുമല്ലോ. ഓക്കെ. ഒന്ന് ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് കിട്ടി, അതായത് ഞാൻ ആദ്യം കുറേ അടിച്ചു, പ്രോംപ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു. എനിക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയ സാധനം യാസ്മിൻ മൊഗാഹത്ത്. നിങ്ങൾ കേട്ടണോ? കേട്ടില്ലല്ലോ. യാസ്മിൻ
മൊഗാഹദ് എന്ന് പറയുന്ന ലേഡിനെ എനിക്ക് ഫസ്റ്റ് തന്നു. അമേരിക്ക കേട്ടോ, ഇവർ തന്നെ അധികം അമേരിക്കയാണ്. കാരണം ഇവർ ഇൻഫർമേഷനെ കുറിച്ച് അമേരിക്കയിലെ ലേഡീസ് ആകുമ്പോൾ അവരെ ഇൻഫർമേഷനുകൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ വിക്കിപീഡിയയിൽ അടിച്ചു എന്താ അവർ ചെയ്യണത് പ്രധാനമായിട്ട്. അപ്പോൾ അവരൊരു പുസ്തകത്തിൻ്റെ ഓതറാണ്. റീക്ലൈം യുവർ ഹാർട്ട്, ഹൃദയം തിരിച്ചു പിടിക്കുക, ഹാർട്ട് ആൻഡ് ലവ്, ഹാപ്പിനെസ് ആൻഡ് ഹീലിംഗ് ദ എംപ്റ്റിനെസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓതറാണ്. കാര്യമായിട്ട് മുമ്പ് ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ലൈഫ് കോച്ചുകളാണ്, അതേപോലെ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളാണ്. ഫാമിലി കൗൺസിലിങ്, അതേപോലെ തന്നെ തെറാപ്യൂട്ടിക് ഹീലിംഗ്, ഇസ്ലാമിക് നോളേജ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന, എന്നാൽ അതോടൊപ്പം റൈറ്റേഴ്സുമാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം നല്ലതാണ്. ഇവരെ സിസ്റ്ററാണ് ഡാലിയ മൊഗാഹദിനെ എളുപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡാലിയ മൊഗാഹദ് അവർ അഡ്വൈസർ ടു പ്രസിഡന്റ് ഒബാമ ഓൺ മുസ്ലിം അഫയേഴ്സായി. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുടെ മുസ്ലിം അഫയേഴ്സിൽ അഡ്വൈസറായിരുന്നു ഡാലിയ മൊഗാഹദ്. ഈ ഡാലിയ മൊഗാഹദിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി, നല്ല ഹിജാബൊക്കെ ധരിച്ചിട്ട്, ഹിജാബ് പറഞ്ഞാൽ ഞങ്ങളമ്മ നിക്കാബിട്ട് എന്നല്ല പറഞ്ഞേ. എന്നാലും അമേരിക്കയിൽ അത്രയും നോളേജബിൾ പേഴ്സൺ ആവുകയും ബറാക്ക് ഒബാമയുടെ ഒരു അഡ്വൈസറായിട്ട് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്തൊരു പെണ്ണായിട്ട് പോലും അവർ ആ ഹിജാബൊക്കെ നിലനിർത്തിക്കൊണ്ട് നല്ല റൈറ്റിംഗ് കൊടുത്ത് സ്പിരിച്വൽ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ അഡ്വക്കറ്റായി മാറി നിലകൊണ്ടൊരു പെണ്ണാണ്. ഇൻസ്പയറിങ് ആയിരിക്കും നിങ്ങൾക്ക് അല്ലേ? ഡാലിയ മൊഗാഹദ്. പിന്നെ എനിക്ക് അതിൽ കിട്ടിയ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഗർ കിട്ടിയത് ഹാലെ ബനാനി എന്നിട്ടൊരു പെണ്ണ്. എന്താ അവർ ശരിക്കും എങ്ങനെ വായിക്കാൻ കയറിയാൽ ഞാനതിൽ സ്പെല്ലിങ് പറഞ്ഞത് ഹാലെ എന്നാണ്, HALEH എന്നാണ്, ഹാലെ. ഞാൻ വായിച്ചാട്ടോ ഹാലെന്ന്, ശരിക്കും അറബി പദം എന്താ എനിക്കറിയില്ല. പിന്നെ ബനാനി എന്നാണ്, ഹാലെ ബനാനി. ഞാൻ നോക്കി എന്താ ഹാലെ ബനാനിക്ക് പണി. അപ്പോൾ അവർക്കൊരു വെബ്സൈറ്റൊക്കെ ഉണ്ട്. അവരും എന്താ പറയുക, ഹാലെ ബനാനി കിട്ടില്ലേ, HALEH, ഹാലെ ബനാനി, BANANI. നമുക്ക് ChatGPT തന്നെ പല ഇൻഫർമേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഇത് ഉള്ളതെന്നല്ലേ. അപ്പോൾ ഉണ്ട് ആൾക്കാരൊക്കെ ഉള്ളതാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഇസ്ലാമിക് കോച്ചാണ്. കമ്പൈൻ സൈക്കോളജി ആൻഡ് ഇസ്ലാമിക് ടീച്ചിങ് ടു സപ്പോർട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മാരേജ്. അപ്പോൾ ഫാമിലി പ്രോബ്ലമൊക്കെ ഉള്ള ആളുകൾ പൊട്ടുന്നൊക്കെ ഉള്ള ഇതിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഹാലെ ബനാനിയിൽ പറഞ്ഞിട്ട് ഒരു കോൾ എനിക്ക് ചെയ്താൽ മതി, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ 36 വെബ്സൈറ്റിൽ കാണും. നല്ല ഹിജാബൊക്കെ ഇട്ടിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുള്ള ഒരു നല്ലൊരു സ്ത്രീ. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, ഫൗണ്ടർ ഓഫ് ദ 5 പില്ലേഴ്സ് ഓഫ് മാരേജ് പ്രോഗ്രാം. ഒരു മാരേജ് പ്രോഗ്രാം, അതിൻ്റെ 5 പില്ലേഴ്സ് ഓഫ് മാരേജ് പ്രോഗ്രാം, അതിൻ്റെ ഫൗണ്ടറാണ്